ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ഗെയിംസിനെ വരവേറ്റ കേരളം. റൺ കേരള റൺ തരംഗമായി. ജില്ലയിൽ റേഷൻ കാർഡ് പുതുക്കൽ തുടങ്ങി. മുന്നൊരുക്കങ്ങളില്ല. ഫോട്ടോയെടുപ്പ് കാർഡുടമകൾക്ക് ദുരിതമാവുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CITU-വിന്റെ പ്രതിഷേധം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. പൾസ് പോളിയോ പ്രതിരോധം. ജില്ലയിൽ 91,837 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ നടത്തി. കുട്ടമത്ത് സ്മാരക സ്കൂളിൽ മുടിയേറ്റ് അരങ്ങേറി. കാഞ്ഞങ്ങാട് മന്യോട്ട് ദേവാലയ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം 24-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. റൺ കേരള റൺ ചരിത്രമായി. ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിലും കൂട്ടയോട്ടം നടന്നു. ദേശീയ ഗെയിംസിനെ വരവേൽക്കാൻ കേരളം ഒന്നിച്ചോടി. താരങ്ങളും സാംസ്കാരിക നായകരും രാഷ്ട്രീയ പ്രവർത്തകരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ അവർ ഓടിത്തീർത്തു. കേരളത്തിൽ 14 ജില്ലകളിൽ 7000-ലേറെ പോയിന്റുകളിൽ കൂട്ടയോട്ടം നടന്നു. രാജ്യത്തിന്റെ അഭിമാനമായ സച്ചിൻ ടെണ്ടുൽക്കർ തിരുവനന്തപുരത്ത് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി നേതൃത്വമേകിയപ്പോൾ കാഞ്ഞങ്ങാട് സബ് കളക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടന്നു. സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്ത റണ്ണിംഗ് പോയിന്റിലേക്ക്. ഇന്ന് കൃത്യം 10:30. നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. കൗൺസിലർമാരും പൊതുപ്രവർത്തകരും കൂട്ടയോട്ടത്തിൽ അണിചേരുകയുണ്ടായി. റൺ കേരള റൺ തരംഗമായി. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളും കൂട്ട ഓട്ടത്തിൽ അണിനിരന്നു. സദ്ഗുരു പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും റൺ കേരള റണ്ണിന്റെ ഭാഗമായി. അമ്പലത്തറ ടൗണിലേക്ക് നടന്ന കൂട്ടയോട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും പങ്കെടുത്തു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കുഞ്ഞമ്പു പൊതുവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോളർ സ്കേറ്റിംഗ് താരങ്ങളുടെ പ്രകടനം ഏറെ ശ്രദ്ധയാകർഷിച്ചു. റൺ കേരള റണ്ണിന് അമ്പലത്തറയിൽ പൗരാവലി സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ N. കൃഷ്ണൻ അധ്യക്ഷനായി. വാർഡംഗം പ്രേമസുധ, അബൂബക്കർ മാസ്റ്റർ, T. മൈമൂദ്, സ്കൂൾ പ്രിൻസിപ്പൽ നിഷ ലക്ഷ്മണൻ, KV നാരായണൻ, M. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റോളർ സ്കേറ്റിംഗ് താരങ്ങളുടെ പ്രകടനവും അരങ്ങേറി. റൺ കേരള റണ്ണിന്റെ ഭാഗമായി അജാനൂർ കടപ്പുറം ക്രൈസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരന്നു. വാർഡംഗം മുഹമ്മദ് കുഞ്ഞി മാഹിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി രക്ഷിതാക്കളും പങ്കെടുത്തു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും റൺ കേരള റണ്ണിൽ അണിനിരന്നു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച് അതിഞ്ഞാൽ വഴി ഇക്ബാൽ സ്കൂളിൽ സമാപിച്ചു. സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് വിദ്യാർത്ഥികളും റൺ കേരള റണ്ണിന്റെ ഭാഗമായി കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. കുശാൽ നഗർ വഴി നഗരം ചുറ്റി പോളിടെക്നിക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റൺ കേരള റണ്ണിന് പിന്തുണയുമായി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും രംഗത്തിറങ്ങി. മലബാർ ഗോൾഡ് ജ്വല്ലേഴ്സും റൺ കേരള റണ്ണിന്റെ ഭാഗമായി. ജീവനക്കാരും മാനേജ്മെന്റും റൺ കേരള റണ്ണിന് ആശംസകളുമായി നഗരത്തിലിറങ്ങി. റൺ കേരള റണ്ണിന് ദേശീയ ഗെയിംസിനും ആശംസകൾ അർപ്പിച്ച് കാഞ്ഞങ്ങാട് സുൽത്താൻ ഗോൾഡിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി. കാഞ്ഞങ്ങാട് നടത്തിയ റാലിക്ക് ബ്രാഞ്ച് മാനേജർ അജിത്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ബിജു, മാർക്കറ്റിംഗ് മാനേജർ ജയരാജൻ കുണ്ടംകുഴി തുടങ്ങിയവർ നേതൃത്വമേകി. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി റേഷൻ കാർഡുകൾ പുതുക്കുന്ന ക്യാമ്പുകളിൽ അനിയന്ത്രിത തിരക്ക്. ബോധവൽക്കരണമില്ലായ്മ, ഫോട്ടോയെടുപ്പ് വൈകിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം റേഷൻ കാർഡുകൾ പുതുക്കുന്ന ക്യാമ്പുകൾക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കമായി. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ ബോധവൽക്കരണമോ ഇല്ലാതെ നടക്കുന്ന ക്യാമ്പുകളിൽ എത്തുന്ന കാർഡുടമകൾക്ക് പൊരിവെയിലിൽ ദുരിതം തിന്നേണ്ടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 1000-ലധികം കാർഡുകളുള്ള ഒന്നിലധികം റേഷൻ കടകളെ ഒരേ ക്യാമ്പിന്റെ ഭാഗമാക്കിയതാണ് റേഷൻ കാർഡുടമകളെ വലച്ചത്. ചൊവ്വാഴ്ച സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് ഹാളിൽ കുശാൽ നഗറിലെയും വടകരമുക്കിലെയും റേഷൻ കാർഡ് ഉടമകൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. പുലർച്ചെ 5 മണി മുതൽ ക്യാമ്പിനെത്തിയവർക്കും മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന ശേഷമാണ് മടങ്ങാനായത്. കുശാൽ നഗറിലെ 202 നമ്പർ റേഷൻ കടയിലെ
999 റേഷൻ കാർഡ് ഉടമകളും വടകരമുക്കിലെ 159 നമ്പർ റേഷൻ കടയിലെ 1095 റേഷൻ കാർഡ് ഉടമകളും ഈ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. വളഞ്ഞും പുളഞ്ഞും കിടന്ന ക്യൂവിൽ 100 കണക്കിന് സ്ത്രീകളാണ് കാത്തുനിന്നത്. വയസ്സായവർക്കും വികലാംഗർക്കും പ്രത്യേക സൗകര്യങ്ങളില്ലാത്തതും കാർഡ് ഉടമകളെ വലച്ചു. വളരെ സുതാര്യമായി തീർക്കാവുന്ന ഫോട്ടോയെടുപ്പ് മണിക്കൂറുകളോളം വൈകുന്നതിന്റെ കാരണങ്ങൾ പഠിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായാൽ തുടർന്നുള്ള ക്യാമ്പുകൾ പരാതിരഹിതമാവുമെന്ന് വാർഡ് കൗൺസിലർ ശിവദത്ത് പറഞ്ഞു. അല്ല, ഇത് റേഷന്റെ ഈ കാർഡ് പിടിക്കുന്ന പറഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ ജനങ്ങൾക്ക് ഇതിനെ ഇതായിട്ട് അറിയില്ല, എന്തെന്നാ അതിന്റെ ചെയ്യേണ്ടതൊന്നും അറിയാത്തൊരു സ്ഥിതിയാണുള്ളത്. ഒരിക്കൽ പറഞ്ഞത് ഇതെല്ലാം ഇതിന്റെ ബില്ല് കൊണ്ടുവരികയുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റേ ഗ്യാസിന്റെ ബില്ല്, ഇതെല്ലാം കൊണ്ടുവരികയാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ ജനങ്ങൾ വേണ്ടത്ര ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ ഇത്ര ലേറ്റ് കാണുന്നില്ല. ഇവിടെ ജനങ്ങൾ രാവിലെ മുതൽ 5 മണിക്ക് വന്നവരടക്കം ഇവിടെ ഉണ്ട്, ഇവിടെ നിൽക്കുകയാണ്, ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേക സംവിധാനം സപ്ലൈ ഓഫീസിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമ്പ് നടക്കുന്ന കാളിന് പുറത്ത് ക്യൂ നീണ്ടുപോകുമ്പോഴും ഹെൽപ്പ് ഡെസ്ക് ഒരുക്കാൻ നടപടി ഉണ്ടായില്ല. അകത്ത് പ്രവേശിച്ച കാർഡുടമകളുടെ അവ്യക്തവും അപൂർണവുമായ ഫോറങ്ങളുടെ പരിശോധന വൈകിയതുമൂലം ഫോട്ടോ എടുപ്പും വൈകി. ഫോട്ടോ എടുക്കുന്നതിനായി 10 ക്യാമറകളുടെ ഡെസ്കും സജ്ജീകരിച്ചിരുന്നു. ഭൂരിഭാഗം ക്യാമറകൾക്ക് മുന്നിലും അപേക്ഷകർ എത്താൻ വൈകി. തളർന്നു വീഴുന്നവർക്ക് കുശാൽ നഗറിലെ ബ്രദേഴ്സ് ക്ലബ് പ്രവർത്തകർ നൽകുന്ന കുടിവെള്ളം മാത്രമായിരുന്നു ഏക ആശ്വാസം. തളർന്നു കിടക്കുന്ന ഭാര്യയെ ക്യാമ്പിലെത്തിക്കാനാവാതെ എത്തിയ ഒരു ഗൃഹനാഥന് വൈകല്യമുണ്ടായിട്ടും ക്യൂവിൽ ഏറെ നേരം നിൽക്കേണ്ടി വന്നു. എൻ്റെ പെണ്ണുങ്ങൾക്ക് തളർവേദന ആയതുകൊണ്ട് വരാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്കും സുഖമില്ല, കാലും കയ്യിലും ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഞാൻ വന്ന് കുറേ 10 മണിക്ക് വന്ന് ഇവിടെ കുറേ ഇരുന്നതിന് ശേഷം ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ ഞാൻ അപ്പുറത്തേ പോയി എങ്ങനെല്ലാം ആരെങ്കിലും കയറുമ്പം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി കയറി. സംസ്ഥാനത്ത് DDTനാണ് ഫോട്ടോ എടുക്കാനുള്ള ചുമതല നൽകിയിരുന്നത്. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ എത്തിയ സ്ത്രീകളും പ്രായമേറെ ചെന്നവരും തളർച്ചയോടെയാണ് ക്യൂവിൽ നിന്നത്. ഏത് പരിഷ്കാരവും നടപ്പിലാക്കുമ്പോൾ അതിന് മുന്നൊരുക്കം നടത്താൻ ശ്രദ്ധ വേണമെന്ന് ഒരു വീട്ടമ്മ രോഷത്തോടെ പ്രതികരിക്കുകയുണ്ടായി. രാവിലെ മുതലേ സ്ത്രീകൾ ഇതിനായിട്ട് ഇങ്ങനെ ചായയും ചോറും വെള്ളവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരേ നിൽക്കും. ഇത് നമുക്കറിയില്ല ഇതിനെ പറ്റിയിട്ട്, ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ. കാർഡ് കൊടുക്കുന്നതാണ് സംഭവം. നിൽക്കാൻ കഴിയാത്ത വയസ്സന്മാർ ഇരിക്കുന്നു. അത് 2 ബെഞ്ച് എന്തോ പോളി കുട്ടികൾ അവർ കണ്ടിട്ട് അവർ കൊണ്ടിട്ടതാണ് ആ സംവിധാനമെങ്കിലും. പരിഷ്കൃതമായ നമ്മുടെ സമൂഹത്തിൽ സാങ്കേതികവിദ്യ ഏറെ വികസിച്ചിട്ടും സർക്കാർ നടപടികൾ പൊതുജനത്തിന് ദ്രോഹമാകുന്ന കാഴ്ചയാണ് കുശാൽ നഗറിലെ ക്യാമ്പ് കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നത്. സർക്കാർ പരിഷ്കാരങ്ങളിൽ വലയുന്ന പൗരന്റെ സങ്കടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നേരെ അധികൃതർ കണ്ണു തുറക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ പാലിക്കാതെ സർക്കാരും സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിയ ഈ പരിഷ്കാരം ഫലത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തീർത്തിരിക്കുകയാണ്. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അധ്യാപകരും ജീവനക്കാരും CITU പ്രകടനത്തിൽ അണിനിരന്നു. കാഞ്ഞങ്ങാട് നടന്ന പൊതുയോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ വരെ നിരോധിക്കുന്ന വിധത്തിലുള്ള നിർമ്മാണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കാലകാലത്ത് തന്നെ നേടിയെടുത്ത നേടിയുള്ള അവകാശങ്ങൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ഫാക്ടറി ആക്ട്, അതുപോലുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം ഭേദഗതിപ്പെടുത്താനാണ് ഇപ്പോ ഉദ്ദേശിക്കുന്നത്. രാജസ്ഥാൻ ഗവൺമെന്റ് ആ നിലയിലുള്ള നടപടി സ്വീകരിച്ചു. അത് നമ്മുടെ രാജ്യത്താണ് അത്തരമൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ മോഡി ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. ചടങ്ങിൽ ജില്ലാ നേതാക്കൾ സംസാരിച്ചു. 100 കണക്കിന് തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ശ്രീ മന്യോട്ട് ദേവാലയ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം ജനുവരി 24 മുതൽ 28 വരെ തീയതികളിലായി നടക്കും. കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24 രാവിലെ താന്ത്രിക കർമ്മങ്ങളോടെ കളിയാട്ടത്തിന് തുടക്കമാവും. ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. 25 രാവിലെ 10 മണിക്ക് മേക്കാട്ടില്ലത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദീപവും തിരിയും കൊണ്ടുവരും. രാത്രി 7-ന് തെയ്യം കൂടൽ. കളിയാട്ട ദിനങ്ങളിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. 25, 26, 27 തീയതികളിൽ രാത്രി 10 മണിക്ക് കാഴ്ചാ സമർപ്പണം നടക്കും. കളിയാട്ടത്തോടനുബന്ധിച്ച് 4 ദിവസം ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. 28-ന് രാത്രി വിളക്കരിയോടുകൂടി കളിയാട്ട മഹോത്സവം സമാപിക്കും.
മഞ്ഞോട്ട് ദേവാലയത്തിലെ ഈ വർഷത്തെ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം ജനുവരി 24 മുതൽ 28 വരെ ആഘോഷിക്കുന്നത്. 24 രാവിലെ പൂജാതി കർമ്മങ്ങൾ ക്ഷേത്രം തന്ത്രി ശ്രീ മേക്കാട്ടില്ലത്ത് വാസുദേവ് പട്ടേരി അവരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വി രാജു, KV സതീശൻ, K കാര്യമ്പു, KV ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ, K രാഘവൻ എന്നിവർ സംബന്ധിച്ചു. കേരളത്തിലെ സവിശേഷമായ അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. തിമിരി മഹാകവി കുട്ടമത്ത് സ്മാരക സ്കൂളിൽ പഞ്ചവർണ്ണക്കളം തീർത്ത് മുടിയേറ്റ് അരങ്ങേറിയപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വേറിട്ട അനുഭവമായി. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെയായിരുന്നു മുടിയേറ്റ് അവതരണം സംഘടിപ്പിച്ചത്. പഠനങ്ങളിലൂടെ മാത്രം പരിചയപ്പെട്ടിരുന്ന കലാരൂപം കൺമുന്നിലെത്തിയപ്പോൾ കുട്ടികൾക്കും കൗതുകമായി. പ്രശസ്ത മുടിയേറ്റ് കലാകാരൻ കേഴിലം ഉണ്ണികൃഷ്ണനും സംഘവുമാണ് മുടിയേറ്റ് അവതരിപ്പിച്ചത്. ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് മനുഷ്യർക്കുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ ശിവനെ അറിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു. തുടർന്ന് ദാരികൻ പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞ് കാളിയും കൂളിയും വരുന്നു. കാളിയുടെ കലിയിളകൽ, കലി ശമിപ്പിക്കൽ, കോയിബിടാരരും വാദ്യക്കാരും തമ്മിലുള്ള സംവാദം, കൂളിയുടെ കോമാളി പ്രകടനങ്ങൾ, കാളി ദാരിക യുദ്ധം, ദാരികന്റെ ശിരച്ഛേദം എന്നിവയാണ് ഈ നാടോടി നാടകത്തിലെ മുഖ്യ രംഗങ്ങൾ. കുട്ടികൾ വിസ്മയത്തോടെയാണ് കാഴ്ചകൾ ഓരോന്നും വീക്ഷിച്ചത്. സ്കൂൾ ഫോക്ലോർ ക്ലബ്ബ് ഉദ്ഘാടന ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ലബ്ബ് ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപകൻ AV ശ്രീനിവാസൻ നിർവഹിച്ചു. T ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസിക ശോഭന KS പ്രകാശനം ചെയ്തു. P വാസുദേവൻ, P രാമചന്ദ്രൻ, KV പ്രവീണ, ഡോക്ടർ P ഗീത, ശ്വേതാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൾസ് പോളിയോ പ്രതിരോധം. ജില്ലയിൽ 91,837 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം നടത്തി. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായി 91,837 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്തു. പൾസ് പോളിയോ പ്രതിരോധത്തിനായി വൻ ഒരുക്കങ്ങളാണ് ജില്ലയിൽ നടത്തിയത്. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. DMO ഡോക്ടർ P ഗോപിനാഥൻ, ഡോക്ടർ V സുരേശൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ, K വിജയൻ, ഡോക്ടർ KG പൈ, ഡോക്ടർ രാജൻ, ഹരീഷ്, V സുരേശൻ, ഡോക്ടർ മുരളീധര നെല്ലൂരായ, ജില്ലാ മാസ് മീഡിയ ഡെപ്യൂട്ടി ഓഫീസർ വിൻസെന്റ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അമ്മമാർക്കുമായി സർവശിക്ഷ അഭിയാൻ ഒരുക്കിയ കളിക്കൂട്ടം ക്യാമ്പുകൾ സമാപിച്ചു. വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ച ക്യാമ്പുകൾ പുതുമ പുലർത്തിയെന്നാണ് രക്ഷിതാക്കളുടെ അഭിപ്രായം. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ കളിവഞ്ചി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പോടെ ജില്ലയിലെ കളിക്കൂട്ടം ക്യാമ്പുകൾക്ക് സമാപനമായി. 7 കേന്ദ്രങ്ങളിലാണ് ക്യാമ്പ് നടന്നത്. പിലിക്കോട് 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ BRC പരിധിയിലെ 6 പഞ്ചായത്തുകളിൽ നിന്നെത്തിയ 30 കുട്ടികളും അവരുടെ അമ്മമാരുമാണ് പങ്കെടുത്തത്. പാട്ടുപാടിയും കളിച്ചും ചിത്രം വരച്ചും കൂട്ടുകാർക്കൊപ്പം ഒത്തുചേർന്നപ്പോൾ കുട്ടികൾ വേദനകൾ മറന്നു. കഥാമൃതം, ചിത്രശാല, ശാസ്ത്രകൗതുകം, മധുരം, ഗണിതം എന്നിവയായിരുന്നു ക്യാമ്പിലെ വിഷയങ്ങൾ. ഇതിനൊപ്പം ക്യാമ്പ് ഫയർ, ഹ്രസ്വചിത്ര പ്രദർശനം, പ്രാദേശിക പഠനയാത്ര എന്നിവയും നടന്നു. SSA സംസ്ഥാന കൺസൾട്ടന്റ് KR ഗോപിനാഥൻ നായർ കുട്ടികളുമായി സംവദിച്ചു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ M മഹേഷ് കുമാർ കൈകാര്യം ചെയ്തു. BPO K ഷൈനി, KEDC റിസോഴ്സ് അധ്യാപകരായ PM മുംതാസ്, പ്രസീത, ശുഭ, സൗദ, റോഷ്നി, ജ്യോതി എന്നിവർ ക്യാമ്പിൽ നേതൃത്വം നൽകി. K കുഞ്ഞിരാമൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഉപഹാരവും സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. സ്പർശം ചിത്രത്താളുകൾ, നിറച്ചാർത്ത് കുട്ടികളുടെ സൃഷ്ടികൾ പ്രകാശനം ചെയ്തു. M മഹേഷ് കുമാർ, K ഷൈനി, PV പ്രഭാകരൻ, മുംതാസ്, KV ഭരതൻ, സിന്ധു, KK ഗീതാരത്നം എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക,
പ്രത്യേക ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, പ്രായമേറിയ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, വൺ റാങ്ക് വൺ പെൻഷൻ സ്റ്റേജ് ആനുകൂല്യം അനുവദിക്കുക, പെൻഷൻ വകുപ്പ് രൂപീകരിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംരക്ഷിച്ചുകൊണ്ട് സമഗ്രമായ പെൻഷൻ നിയമത്തിന് രൂപം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 30 തന്നെ കമ്മീഷന് വെച്ചു. കമ്മീഷന് വെച്ചപ്പോൾ നേരത്തെ പെൻഷൻകാർ പ്രതീക്ഷിച്ചു എന്തായാലും 1/7/2014 വെച്ച് ഈ പെൻഷൻ പരിഷ്കരിക്കുമെന്നും ആ ബാധ്യത അതുപോലെ നിർവഹിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ KCS നായർ അധ്യക്ഷത വഹിച്ചു. വി കുഞ്ഞമ്പു നായർ, NA രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി VR വിദ്യാസാഗർ, DCC ഭാരവാഹികളായ KV ഗംഗാധരൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് CK ചന്ദ്രശേഖരൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ്, V ഗോപി, ധനഞ്ജയൻ മാസ്റ്റർ, രവീന്ദ്രൻ, V പ്രദീപൻ, മൂത്തൽ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ മാണിക്കോത്ത് മഖാം ഉറൂസിന് തുടക്കമായി. മാണിക്കോത്ത് ജമാഅത്ത് പ്രസിഡന്റ് കബീർ ഫൈസി ചെറുകാട് പതാക ഉയർത്തി. പ്രൗഢഗംഭീരമായ മതപ്രഭാഷണങ്ങൾക്കും വിശ്വാസികളുടെ ഒത്തുചേരലിനും വേദിയാവുന്ന മാണിക്കോത്ത് മഖാം ഉറൂസിന് തുടക്കമായി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. അഷറഫ് ഫൈസി കർണാടക പ്രഭാഷണം നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു. മധൂർ ഷിരിബാഗിലു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം ആരംഭിച്ചു. സ്കൂൾ പരിസരത്ത് നടന്ന ഒപ്പുശേഖരണം CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. 94 വർഷക്കാലമായിട്ട് LP സ്കൂളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ തന്നെ വേറെ അടി സ്ഥലത്തുണ്ടാവില്ലാണെന്ന് തോന്നുന്നു. ഞാൻ താമസിക്കുന്നത് നീലേശ്വരത്താണ്. ഞാൻ താമസിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞത് കുവാറ്റി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ജനിച്ചു നാട്. അവിടെ 1980-81 കാലഘട്ടത്തിൽ സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഒരു LP സ്കൂള് അന്ന് അവിടെ ആദ്യമായിട്ട് ഞങ്ങളെല്ലാം ഇടപെട്ട് അനുവദിക്കുന്നത്. സ്കൂളിന് ഒരു 4 ഏക്കർ സ്ഥലം ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. KV രമേശൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി A രവീന്ദ്രൻ, MK രവീന്ദ്രൻ, K ഭുജംഗശെട്ടി, KM ഇബ്രാഹിം, B മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരം നന്മയുള്ള സത്യമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ. നീലേശ്വരത്ത് CVയെ അനുമോദിക്കാൻ ചേർന്ന യോഗം അക്ഷരാർത്ഥത്തിൽ ശ്രദ്ധേയമായ സാഹിത്യ കൂട്ടായ്മയായി മാറി. ജനതാകലാസമിതി പ്രസിഡന്റ് പിനാൻ നീലേശ്വരം അനുമോദന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ AV പവിത്രൻ CV ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് വിധേയമാകുന്ന പരൽമീൻ നിന്ന പാഠം എന്ന കൃതിയെയും പരിചയപ്പെടുത്തി. ഒരു പുസ്തകം, ഒരു നോവൽ എന്നുള്ള നിലയിൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയും ഏകദേശം 63 ഭാഗങ്ങളായി, ഓരോന്നും ചെറിയ ചെറിയ ഭാഗങ്ങളായി അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും. മാതൃഭൂമി പത്മപ്രഭ പുരസ്കാര ജേതാവ് എന്ന നിലയിൽ CV ബാലകൃഷ്ണൻ നീലേശ്വരം ജനതാകലാസമിതിയുടെ ആദരം ഏറ്റുവാങ്ങി. തുടർന്ന് പരൽമീൻ നീന്തുന്ന പാഠം വിഷയമാക്കിയുള്ള ചർച്ച സജീവമായി നടന്നു. കലാസമിതി സെക്രട്ടറി VK രാമചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K രാജഗോപാലൻ നായർ നന്ദിയും പറഞ്ഞു. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് സമാപനം. കളിയാട്ടത്തിൽ പുതിയ ഭഗവതി, രക്തചാമുണ്ടി, പഞ്ചുരുളിയമ്മ, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. അന്നദാനവും നടന്നു. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. മടിയൻ കേക്കടവൻ തറവാട് കളിയാട്ടത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ചിരപുരാതനമായ മടിയൻ കേക്കടവൻ തറവാട്ടിലെ കളിയാട്ടത്തിന് ഭക്തിതരപരമായ അന്തരീക്ഷത്തിൽ സമാപനം. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ കാർണോൻ തെയ്യം, മോന്തിക്കോലം, മാഞ്ഞാളിയമ്മ, ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, പടിഞ്ഞാറെ ചാമുണ്ടി തെയ്യങ്ങൾ കെട്ടിയാടി.
തുടർന്ന് അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഗെയിംസിനെ വരവേറ്റ കേരളം. റൺ കേരള റൺ തരംഗമായി. ജില്ലയിൽ റേഷൻ കാർഡ് പുതുക്കൽ തുടങ്ങി. മുന്നൊരുക്കങ്ങളില്ല. ഫോട്ടോയെടുപ്പ് കാർഡുടമകൾക്ക് ദുരിതമാവുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CITU-വിന്റെ പ്രതിഷേധം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. പൾസ് പോളിയോ പ്രതിരോധം. ജില്ലയിൽ 91,837 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ നടത്തി. കുട്ടമത്ത് സ്മാരക സ്കൂളിൽ മുടിയേറ്റ് അരങ്ങേറി. കാഞ്ഞങ്ങാട് മന്യോട്ട് ദേവാലയ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം 24-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.